എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരായ ഫാദർ പോൾ തേലക്കാട്ട്, ഫാദർ ബെന്നി മാരാംപറമ്പിൽ, ഫാദർ ആന്റണി കല്ലൂക്കാരൻ എന്നിവരും ആദിത്യ സക്കറിയ വളവി എന്ന അൽമായനും ഉൾപ്പെടെ 4 പേർ പ്രതികളെന്ന് കണ്ടെത്തി കേരള പോലീസ് കാക്കനാട് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്ന വ്യാജരേഖ കേസിന്റെ വിചാരണ 2 ആഴ്ചത്തേക്ക് കേരള ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ഈ കേസിലെ 3-ാം പ്രതിയായ ഫാദർ ബെന്നി മാരാംപറമ്പിൽ സമർപ്പിച്ച ഹർജിയിലാണ് കേസിലെ തുടർ നടപടികൾ 12/3/2024 മുതൽ 27/3/2024 വരെ ഹൈക്കോടതി സ്റ്റേ ചെയ്തത്. സീറോ മലബാർ സഭയുടെ തലവനും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാപ്പൊലീത്തയുമായിരുന്ന മാർ ജോർജ് ആലഞ്ചേരിക്ക് വൻ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടെന്ന് ആരോപിക്കുന്ന രേഖകൾ പ്രതികൾ കൃത്രിമമായി നിർമ്മിച്ച് വിശ്വാസികൾക്കിടയിൽ പ്രചരിപ്പിച്ചുവെന്നാണ് ആരോപണം. ഇതിനെതിരെ നൽകിയ പരാതിയിൽ അന്വേഷണം നടത്തിയ പോലീസ് രേഖകൾ വ്യാജമാണെന്ന് കണ്ടെത്തി കുറ്റപത്രം തയ്യാറാക്കി. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടന്ന ഭൂമി ഇടപാടിനെ കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് നൽകുവാൻ നിയോഗിക്കപ്പെട്ട പ്രൊഫസർ ജോസഫ് ഇഞ്ചിയോടി കമ്മീഷന്റെ റിപ്പോർട്ടിനെ സംബന്ധിച്ചും പോലീസിന്റെ കുറ്റപത്രത്തിൽ പരാമർശിച്ചിരുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് പ്രൊഫസർ ഇഞ്ചിയോടിയോട് ഈ റിപ്പോർട്ടിന്റെ കോപ്പി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചു ഈ റിപ്പോർട്ട് രഹസ്യ സ്വഭാവം ഉള്ളതാണെന്നും അതിനാൽ പോലീസിന് നൽകുന്നതിൽ നിന്ന് ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ട് ഹർജി നൽകി. ഹർജി പരിശോധിച്ച ഹൈക്കോടതി പോലീസിനോട് നിർദ്ദേശിച്ചത് ഇഞ്ചിയോടി കമ്മീഷൻ റിപ്പോർട്ട് വാങ്ങി പരിശോധിച്ച് അന്വേഷണത്തിന് സഹായിക്കുന്ന ആവശ്യമായ വിവരങ്ങൾ ശേഖരിക്കുവാനും എന്നാൽ റിപ്പോർട്ടിന്റെ കോപ്പി എടുക്കരുതെന്നുമായിരുന്നു. പ്രൊഫസർ ഇഞ്ചിയോടി കമ്മീഷനെ സഹായിക്കുവാനായി അതിരൂപത തന്നെ നിയമിച്ച KPMG എന്ന ഓഡിറ്റ് സ്ഥാപനത്തിന്റെ റിപ്പോർട്ട് പോലീസ് ആവശ്യപ്പെട്ടയുടൻ എതിർപ്പൊന്നും കൂടാതെ അവരത് പോലീസിന് കൈമാറി. അങ്ങനെ KPMG റിപ്പോർട്ട് കുറ്റപത്രത്തിന്റെ ഭാഗമായി കോടതിയിൽ എത്തുകയും ചെയ്തു. മജിസ്ട്രേറ്റ് കോടതിയിൽ വ്യാജരേഖ കേസിന്റെ വിചാരണ തുടങ്ങാനിരിക്കുന്ന അവസരത്തിലാണ് 3-ാം പ്രതിയായ ഫാദർ ബെന്നി ചാർജ് ഷീറ്റിൽ പരാമർശിച്ചിട്ടുള്ള ഇഞ്ചിയോടി കമ്മീഷൻ റിപ്പോർട്ടിന്റെ കോപ്പി തനിക്ക് നൽകണമെന്ന് ആവശ്യപ്പെട്ട് മജിസ്ട്രേറ്റിന് അപേക്ഷ നൽകിയത്. അപേക്ഷയിന്മേൽ നടന്ന വാദത്തിൽ ഇഞ്ചിയോടി കമ്മീഷൻ റിപ്പോർട്ട് വ്യാജരേഖകൾ തെളിയിക്കുവാൻ ആവശ്യമില്ലെന്നും ഈ റിപ്പോർട്ടിനെ സംബന്ധിക്കുന്ന യാതൊന്നും വിചാരണയിൽ ഉപയോഗിക്കുകയില്ലെന്നും സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അറിയിച്ചിരുന്നു. ഇപ്പോൾ ഈ കോപ്പി 3-ാം പ്രതി ആവശ്യപ്പെടുന്നത് വിചാരണ മനഃപൂർവ്വം താമസിപ്പിക്കുവാനാണെന്നും സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ കോടതിയെ അറിയിച്ചു. ഈ വാദങ്ങൾ അംഗീകരിച്ച് കോടതി ഇഞ്ചിയോടി കമ്മീഷൻ റിപ്പോർട്ടിന്റെ പകർപ്പ് കേസിന്റെ വിചാരണയ്ക്ക് ആവശ്യമില്ലെന്ന് കണ്ടെത്തി ഫാദർ ബെന്നിയുടെ അപേക്ഷ നിരസിച്ചു. തുടർന്ന് എല്ലാ പ്രതികളെയും കുറ്റപത്രം വായിച്ച് കേൾപ്പിക്കുന്നതിനായി കേസ് 14/3/2024 മാറ്റുകയായിരുന്നു. ഈ അവസരത്തിലാണ് ഇഞ്ചിയോടി കമ്മീഷൻ റിപ്പോർട്ടിന്റെ കോപ്പി ആവശ്യപ്പെട്ടുകൊണ്ട് ഫാദർ ബെന്നി ഹൈക്കോടതിയെ സമീപിച്ചത്. പ്രോസിക്യൂഷന് ഇക്കാര്യത്തിൽ പറയാനുള്ളത് കേൾക്കുവാൻ നോട്ടീസ് അയച്ച ഹൈക്കോടതി 2 ആഴ്ചത്തേക്ക് കേസിന്റെ തുടർ നടപടികൾ സ്റ്റേ ചെയ്യുകയും ചെയ്തു.